അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമുക്കെന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിന് നമ്മൾ മുന്നിലേക്ക് ഇറങ്ങിയാൽ അത് നടക്കാതെ വരുമ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത്. നിരാശരായി നമ്മൾ പിന്മാറും. അതൊരു ജോലിയുടെ കാര്യമാവട്ടെ, മറ്റെന്തെങ്കിലും വിഷയങ്ങളാവട്ടെ, ഒക്കെ നമ്മൾ ആ വിഷയത്തിൽ മാനസികമായി തളർന്നുകൊണ്ട് പിന്മാറുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം അള്ളാഹുവിൻ്റെ ഹബീബിന് സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഒരു വട്ടം അതിന് ശ്രമിക്കും, അത് പരാജയപ്പെടും, വീണ്ടും ശ്രമിക്കും, വീണ്ടും പരാജയപ്പെടും. ഇങ്ങനെ നിരന്തരമായ വർഷങ്ങളോളമുള്ള ശ്രമത്തിലൂടെ നേടിയെടുത്ത പല സംഭവങ്ങളുണ്ട്. അതിലൊന്ന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാമിക പ്രവേശനമാണ്. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു സംഭവമാണത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം സമുദായത്തെ പരാജയപ്പെടുത്തുകയും മുസ്ലിം സമുദായത്തിന് അങ്ങേയറ്റം നഷ്ടം വരുത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ആ ധീരതയുമൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ വലീദ് ബിൻ വലീദ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തിന്. വലീദ് ബിൻ വലീദ് തൻ്റെ പിതാവിൻ്റെ പേര് തന്നെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹവും ഇതുപോലെ ഒരുപാട് തവണ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് വലീദ് ബിൻ വലീദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വലീദേ, ഖാലിദ് ബിൻ വലീദ് വലിയ കഴിവുള്ള ആളാണ്, നമുക്ക് അദ്ദേഹത്തെ ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഖാലിദ് ബിൻ വലീദിൻ്റെ സഹോദരൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. പിതാവല്ല, സഹോദരനാണ്, സഹോദരനും പിതാവിൻ്റെ പേരാണ്. അപ്പോൾ വലീദ് റളിയല്ലാഹു തആല നിരന്തരം കത്തയച്ചു കൊണ്ടിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്. നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ കൊണ്ടുപോയി മറ്റുള്ളതിനു വേണ്ടി ഉപയോഗപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ മഹത്വവും മതപരമായ കാര്യങ്ങളിൽ മുന്നിലേക്ക് വന്നാലുള്ള നേട്ടവുമൊക്കെ പറഞ്ഞ് നിരന്തരം കത്തയച്ചു കൊടുത്തു. 1-2 വർഷമല്ല, ഏകദേശം 5-6 വർഷം നിരന്തരമായി നബിയും വലീദ് റളിയല്ലാഹു തആല അൻഹു നിരന്തരമായി ശ്രമിച്ചു. ഹിജ്റ 8-ാം വർഷമാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. അതിൻ്റെ ആ ഒരു സംഭവം, ആ ഒരു പശ്ചാത്തല സംഭവം ഭയങ്കര ദീർഘമായൊരു സംഭവമാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യത്തിലേക്ക് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളിറങ്ങിയാൽ ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കാനും തടസ്സം പറയാനും അതേപോലെ തന്നെ അതിന് വിലങ്ങ് തടിക്കാനും ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകും. പക്ഷെ അതൊന്നും നമ്മൾ വകവെക്കരുത്. ഒരു വട്ടം നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങിയാൽ വീണ്ടും വീണ്ടും അതിനിങ്ങനെ ശ്രമിച്ചു കൊണ്ടേയിരുന്നാൽ ഇൻഷാ അല്ലാഹ് വിജയം സുനിശ്ചിതമാണ്. അത് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠമാണ്. എന്തൊരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു വട്ടം ശ്രമിച്ചു, പിന്മാറരുത്, വീണ്ടും. ഞാൻ പറഞ്ഞില്ലേ, 5-6 വർഷം. ഹിജ്റ 3-ാം വർഷത്തിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഹിജ്റ 8-ാം വർഷത്തിലാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. അതുവരെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹോദരൻ വലീദ് റളിയല്ലാഹു തആല ഇസ്ലാം മതം സ്വീകരിച്ചു. നോക്കൂ നിങ്ങൾ, ശ്രമം അതൊരിക്കലും വിഫലമാവില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.